അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു കല്യാണം, ഫാമിലിപ്പെട്ട ഒരു കല്യാണം. അത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോക്കാണ്. അതിൻ്റെ ചെറിയൊരു വീഡിയോ നമുക്ക് കാണിച്ചിട്ടാം അല്ലേ? ഓക്കെ, നമ്മുടെ റമീസ് ഐഡിയ ഉണ്ട്, തുടങ്ങാം. നമ്മളെല്ലാവരും പെണ്ണിൻ്റെ നാട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ കല്യാണ ചെക്കനെ ആനയിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വെറുതെ അങ്ങനെ കൊണ്ടുപോകില്ല, നമ്മളെ കുറച്ച് കലാപരിപാടികളെല്ലാം ഉണ്ട്, കുറച്ച് ദഫും കൊട്ടും പാട്ടുകളെല്ലാം ഉണ്ട്. അന്നേരം അതെല്ലാം സെറ്റാക്കുകയാണ്. അന്നേരം അത് സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് ദഫും കൊട്ടും പാട്ടുകളും കാണാം, പോകുന്ന വീഡിയോ കാണാം. ഇവരൊന്നും മുട്ടുന്നില്ല കേട്ടോ, ഇവരിതാ വേഗില് കളിക്കുന്നത്. പോടാ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. ഇനി എല്ലാവരും ഒരു ചായ കൂടിയുണ്ട്, അതിൻ്റെ ഒപ്പം എന്തെങ്കിലും സാൻഡ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ചെക്കനായി മണിയറയിലേക്ക് നമ്മൾ ആനയിച്ച് കൊണ്ടുപോകും. പക്ഷേ നമ്മൾ പാട്ടിപ്പോൾ ഒന്നും നിർത്തൂല കേട്ടോ, നമ്മൾ മണിയറ വരെ തന്നെ ഈ പാട്ടുണ്ടാകും. പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ പറയും പാട്ട് നിർത്തുന്നെല്ലാം പറയും, പക്ഷേ എങ്കിൽ എന്തായാലും നിർത്തുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. Thank you.
ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവൻ പിയാപ്പിളയാണ് കേട്ടോ. ഇവൻ്റെ പേരല്ല. ഇനി പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കുറച്ച് ദിവസത്തേക്കല്ല, കുറേ കാലത്തേക്ക് ഇവൻ പിയാപ്പിളയാണ്. അന്നേരം അങ്ങനെയാണ് വിളിക്കൽ നമ്മളെ കണ്ണൂർ. ബാക്കിയുള്ളവരടുത്ത് എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ചായയും കടിയെല്ലാം കുടിക്കുന്നവരെ പിയാപ്പിള ഇവിടെ ഇരിക്കും. അതിനുശേഷം നമ്മൾ എല്ലാവരും വേണ്ടുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ തിരിച്ച് ബസ്സിലേക്ക് പോകും. കാരണം മുകളിൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ മണിയറയിൽ. നമ്മൾ പിയാപ്പിളിനെയും കൂട്ടിയിട്ട് മണിയറയിലേക്ക് കൊണ്ടുപോകും. ചായ കുടിച്ചാൽ നമുക്ക് ചായ കിട്ടിയല്ലോ. അല്ല ചായ അല്ല, എന്തോ ജ്യൂസ് കടി കിട്ടിയില്ല. ബ്ലോഗറാന്ന് അർത്ഥം തന്നില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല, കടി കിട്ടിയില്ല. കടി തന്നല്ലേ. ഇനി അറേക്കറി കൂടെ നമുക്ക്. ഇനി നമ്മളൊരു പരിപാടിയാണ്, അറേക്കറിയിട്ട് ഒരു ഫോട്ടോ എടുക്കലില്ലേ. കടിയിട്ടിനാ അതെയാ. അപ്പോൾ നമ്മൾ വീട്ടിലെ അറയിലേക്കുള്ള കയറുന്ന പരിപാടിയാണ്. ഞാനത് അപ്പോൾ നമ്മൾ പിയാപ്പള്ളിനെയും കൂട്ടിയിട്ട് നമ്മൾ മണിയറയിലെത്തി. പിയാപ്പളിൻ്റെ ഇനി ഇവിടെ വെച്ച് നമ്മളെല്ലാവരും പിയാപ്പളിൻ്റെ പുറത്ത് നിന്നിട്ട് ഒരു ഫോട്ടോയിലെടുക്കും. എന്നിട്ട് ഓരോരാൾ തിരിച്ചിറങ്ങും. നമ്മളതിന് തിരിച്ചിറങ്ങിയ നേരെ നമ്മൾ വാഹനത്തിലേക്ക് അങ്ങ് പോകും. പിയാപ്പള കുറേ ടൈം ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇതാണ് പിയാപ്പളിൻ്റെ റൂം. നമ്മൾ മണിയറ എന്നാണ് പറയൽ. മണിയറ സെറ്റാക്കാൻ വേണ്ടി അത്യാവശ്യം പൈസയെല്ലാം ചിലവാക്കും എല്ലാ പെണ്ണിൻ്റെ വീട്ടുകാരും. ഇനി പിയാപ്പള കുറച്ച് കാലം പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും താമസം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നടപ്പ്. കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം ഉള്ളൂ എന്ന് തോന്നുന്നു. തട്ടലല്ലേ എങ്ങിഷ്ടീന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളെല്ലാം കുറച്ച് ഫ്രീ ആയി നിൽക്കുകയാണ്. നമ്മളെല്ലാം പണ്ട് മുട്ടിയല്ല, നമ്മളിഷ്ടം പോലെ പണ്ട് മുട്ടിയതാണ് അല്ല. നമ്മളാണ് മെയിൻ മുട്ട ആൾക്കാർ. ഇപ്പം എങ്ങിഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ച് ബേക്ക് നിന്ന് കൊടുത്ത്. കാരണം അവരടക്ക് നമുക്ക് തിരിക്കാം. ബസ്സാടെ ഉണ്ടാവാ, ലൈൻ ബസ്സിന് വാ. ഇത് മെയിൻ റോഡിനാണ് നിർത്തിയിന്. ബസ് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബസ്സിന് നമ്മൾ തലയിൽ വെച്ച് മെയിൻ റോഡ് മേലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അന്നേരം ഇത് നാറാത്താണ് സ്ഥലം. നാറാത്താണ് പെണ്ണിൻ്റെ വീട്. നമ്മളെ വീട് കുറ്റ്യാട്ടൂർ. നേരെ കുറ്റ്യാട്ടൂർ നാറാത്ത്. വലിയ ദൂരമൊന്നുമില്ലല്ലോ, 10 കിലോമീറ്റർ അല്ലേ? 19 കിലോമീറ്റർ. നേരെ നമ്മൾ ബസ്സിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന ബസ്സായത്. നമ്മളെല്ലാവരും ഇനി ബസ്സിൽ കയറിയിട്ട് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയെന്ന്. കയറിക്കോ. അതിൻ്റെ ഉള്ളിൽ അതിനെക്കാട്ടി ചൂടായിരിക്കും. പുറത്തത്തെ ചൂട് സഹിക്കാം. ഇത്രയേ ഉള്ളൂ.
ഹലോ ഇവരാണ് കേട്ടോ നമ്മളെ മുട്ടിൻ്റെ ആൾക്കാരെല്ലാം ക്ഷീണം പിടിച്ചു പോയി. ക്ഷീണം പിടിച്ചാ എല്ലാ അവിടെ പോയി ഇനി ബിരിയാണി അടിച്ചാൽ സെറ്റാവും അല്ലേ? അപ്പം നമ്മൾ തിരിച്ച് നമ്മളെ കല്യാണ വീട്ടിലേക്ക് എത്തി. നാറാതെന്ന് നമ്മളെ കല്യാണ വീട് ഇവിടെ കുറ്റാട്ടറാന്ന്. ബസ്സാടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഇവനെല്ലാത്തിലും ഇല്ലെങ്കിൽ ഡിലീറ്റ് ആക്കാൻ അറിയില്ല. എല്ലാത്തിലുണ്ട് കേട്ടോ, എല്ലാത്തിലുണ്ട് ചിലപ്പോൾ. അത് മാത്രം കടുകയും ചെയ്തത്, വേറെ എന്തും ചെയ്തോ? ഫുഡ് ഇന്നലെ രാത്രി കഴിച്ചോണ്ട് ഇന്ന് കിട്ടാൻ ഫുഡ് ഉണ്ടാവുമായിരിക്കും വിചാരിക്കാം. ഇല്ലെങ്കിൽ ഇന്നലെ രാത്രിയുള്ള ബാക്കി ഉണ്ടാവും, അത് കഴിക്കാം. ഫുഡുണ്ടോ ചെറുപ്പം ഇപ്പോൾ ഉച്ചക്ക്? ഇല്ല, ഉണ്ട്. വെള്ളം കാണുന്നുണ്ട് എന്തായാലും. അതുണ്ട്. ഇത് നമ്മളെ കല്യാണം ഇവിടെ കേട്ടാ. വെള്ളം കുടിക്കാം, ചിലപ്പോൾ ഫുഡ് കിട്ടിയില്ലെങ്കിലോ. വേനർക്ക് സപ്ലൈ, നമുക്ക് ഫുഡല്ല സപ്ലൈ ചെയ്യാനുള്ള പണിയാ കിട്ടിയേ. വേനർക്ക് വെറുതെ വർത്താനം പറയല്ല, അവിടെ സപ്ലൈ ചെയ്യാനുണ്ട്. സപ്ലൈ ചെയ്യാൻ ആളില്ല. വേഗം അല്ല, ഇന്നലത്തെ ആൾക്കാരോടോ അവരില്ല. ഫുഡുണ്ട് കേട്ടാ, സപ്ലൈ. ഇത്രപ്പാട് ആൾക്കാർ ഇവിടെ ഉണ്ടായില്ല. ഉച്ചക്ക് പൊറോട്ടയുണ്ട് കേട്ടോ, പൊറോട്ടയുണ്ട് ഉച്ചക്ക്. അതിൻ്റെ നീയെല്ലാം ഇവിടെ ഉണ്ടായിട്ടാ പിന്നെ നമ്മൾ ആളില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ആളുണ്ട്. അപ്പോൾ ദമ്മിട്ട് അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. കല്യാണ വീട്ടിലെ ബിരിയാണി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ അടിപൊളി അൽസ ഉണ്ടാവും കേട്ടോ. ഇത് പഞ്ചസാര എടുത്ത് കഴിക്കലാണ്. നമ്മൾ ചോറ് നിൽക്കുന്നതിൻ്റെ മുന്നിലാണ് അൽസ കഴിക്കുക. ഗോതമ്പിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. അതിൻ്റെ കൂടെ ലൈവായിട്ട് അടിച്ചെടുക്കുന്ന ചൂടുള്ള പൊറോട്ട കേട്ടോ. അതിന് സ്പെഷ്യൽ കറിയും ഉണ്ട്. പൊറോട്ട കഴിക്കുന്നവർക്ക് പൊറോട്ട കഴിക്കാം, ചോറ് കഴിക്കുന്നവർക്ക് ചോറ് കഴിക്കാം. അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്തിട്ട് ആകെ ടയർഡായി. ഇനി ഫുഡ് കഴിക്കണം. ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് കിട്ടൂല. അപ്പോൾ 2:30 സമയം. എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. നമ്മളെല്ലാവരും സപ്ലയറാണ്. ഇപ്പം നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്നു. കഴിക്കാം. അല്ല അൽസിയില്ല നമുക്ക്. ഇതെൻ്റെ ഉപ്പയാണ് കേട്ടോ, ഇതെൻ്റെ ഉപ്പയാണ്. പൊറോട്ട വേണ്ട എനിക്ക്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പാട്ട് നടക്കുന്നുണ്ട്.